ഇന്ന് പകൽ 2025 നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നാലും, എത്ര വലിയ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, നീ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിലും കണ്ണുനീരിന്റെ നടുവിലും ദൈവം ഒരു വാക്കു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡിയാണോ? ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് തോൽവിയല്ല, അതൊരു വിജയമായിരിക്കും. ഈ 2025 നീ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന തോൽവി നിങ്ങൾ കാണത്തില്ല, വിജയമായിരിക്കും കാണുന്നത്. അതേ സഹോദര, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നോടുകൂടെ ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നീ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്നോടുകൂടെ ഒരു തമ്പുരാനുണ്ട്, നിന്നോടുകൂടെ ഒരു ശക്തനായ ഒരു ദൈവമുണ്ട്. നീ ആരാധിക്കുന്നത് വെറുതെയല്ല, നീ സ്തുതിക്കുന്നത് വെറുതെയല്ല, നീ പുകഴ്ത്തുന്നത് വെറുതെയല്ല. ബിസിനസ് മേഖലകളിൽ നിങ്ങൾ എവിടെയൊക്കെയാണോ വീണു പോകുന്നത്, നിങ്ങൾ ചെറിയ സംരംഭമായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടത്തിൽ കൂടെയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അതിനകത്ത് ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങളൊരു ദൈവമകനാണെങ്കിൽ, ദൈവമകളാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ അനുഗ്രഹവും ശത്രുവിനല്ല, ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ മേലായിരിക്കും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അതിന് മോശ ജനത്തിനോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു. നല്ലൊരു വചനത്തിനായി കർത്താവിന്റെ രാമൻ പറയാമോ? ഹല്ലേലൂയ. ഈ 2025 ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് പ്രയാസത്തോടെ കൂടെ പ്രതിസന്ധിയിൽ കൂടെ നടന്നു പോകുന്നവരാണെങ്കിൽ, കണ്ണുനീരിനകത്ത് വസിക്കുന്നവരാണെങ്കിൽ, കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഭയപ്പെടരുത്. ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ഭയം നിങ്ങളിൽ വാഴുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ധൈര്യവാന്മാരായിട്ടിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വീണു പോകുന്നത് ഭയപ്പാടുകളിൽ കൂടിയാണ്. നമ്മൾ പതറിപ്പോകുന്നത് ഭയമുള്ളിൽ വരുമ്പോഴാണ്. ഒരു കാര്യം മുന്നോട്ട് ചെയ്യാൻ വേണ്ടി പോകപ്പെടുമ്പോൾ അവിടെ ചെയ്യാതെ നമ്മൾ പിൻവാങ്ങിപ്പോകുന്നത് ഭയമുള്ളിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ചെയ്യുവാനുള്ള വലിയ ആഗ്രഹങ്ങളുണ്ട്. വലിയൊരു വീട് വെക്കണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം എന്താണ്? ഭയമുള്ളിൽ കിടക്കുന്നത് കൊണ്ട് വീട് വെക്കാനായിട്ടുള്ള ധൈര്യമില്ല. ഹല്ലേലൂയ. കാശുണ്ടെങ്കിൽ ധൈര്യം വരും, കാശില്ലെങ്കിൽ ധൈര്യമില്ല. ഹല്ലേലൂയ. പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ ധൈര്യമുണ്ടാകും. പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ധൈര്യമല്ല അവിടെ ഉണ്ടാകുന്നത്, ഭയമാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എല്ലാ മേഖലയ്ക്കകത്ത് മനുഷ്യർക്കിടയിൽ ഭയം നുഴഞ്ഞു കയറാറുണ്ട്. ഹല്ലേലൂയ. പാടാൻ നേരത്ത് ഭയമുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ഭയമുണ്ട്, വാഹനത്തിൽ യാത്രയിൽ ഭയമുണ്ട്. നമ്മൾ ഏതെല്ലാം മേഖലയ്ക്കകത്ത് നോക്കിയിരുന്നാൽ ഭയമുണ്ട്. ഓരോ മനുഷ്യനും ഓരോ സാഹചര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ മനുഷ്യർക്കിടയിൽ വാഴുന്ന ഒരു കാര്യമാണ് ഭയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ ജീവിക്കപ്പെടുന്ന ഓരോ മനുഷ്യർക്കിടയിലും ഭയമുണ്ട്. ഹല്ലേലൂയ. ഭയത്തെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ടാബ്ലറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ടാബ്ലറ്റ് ലഭിക്കത്തില്ല. ഇഞ്ചക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ലഭിക്കത്തില്ല. ഡോക്ടർ, എനിക്ക് നല്ല ഭയമാണ്, അതിനുള്ള മരുന്ന് നൽകാൻ വേണ്ടി പറഞ്ഞ നൽകത്തില്ല. ഇല്ലെങ്കിൽ ഡോക്ടറെ, ഇല്ലെങ്കിൽ കൂട്ടുകാരനോട് പറയുകയാണ്, എനിക്ക് നല്ല ഭയമാണ്, എന്തെങ്കിലും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം ലോകത്ത് ഒരിടത്തു നിന്ന് ഭയത്തിനുള്ള മറുപടി ലഭിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളെ ഭയത്തിൽ കൂടെ കൊണ്ടുപോകുന്നത് പിശാചാണെങ്കിൽ നിങ്ങളെ ധൈര്യവാന്മാരാക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നിന്നെ കടഭാരം പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തുന്നത് പിശാചാണ്. ഹല്ലേലൂയ. നിന്നെ രോഗിയാക്കുന്നത് പിശാചാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിന്നെ ധൈര്യവാനാക്കി മാറ്റുന്നത് എന്റെ ദൈവമാണ്. ഈ വർഷത്തിൽ 2 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഈ 2025 നിങ്ങൾ ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത്
നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോ ഒരു കൊച്ചു സഭയിലായിരിക്കാം, അവിടെ നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നത് 5 പേരടങ്ങുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കാം, നിങ്ങൾ അവിടെ ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ ചിലപ്പോ ചെറിയ ചില ബിസിനസ് മേഖലകളിലായിരിക്കാം, അവിടെ നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ബിസിനസ്സുകൾ ചെയ്തു തുടങ്ങപ്പെട്ട വ്യക്തികളായിരിക്കാം, ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടെ നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ഏതെല്ലാം മേഖലയിൽ കൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ചെറിയ ബിസിനസ് മേഖല ആയിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടാതെ അവിടെ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തി കരം കൊടുത്തെന്ന് പറയാമോ? ഭയപ്പെടാതെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കണം. ഈ 2025 പിന്മാറി പോകേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായാലും, എത്ര പ്രതിസന്ധികൾ കൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാലും, കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളോട് ആലോചന പറയുകയാണ്, പിൻവാങ്ങാതെ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? നാളുകളിൽ ഇവിടെ നന്മ വരുമെന്ന് കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ. നാളെ ഇവിടെ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്? അതോ ഈ സഭ വലുതാകുമെന്ന് ഉള്ളത് കൊണ്ടാണോ ഈ നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്? നെവർ. നാളുകളിൽ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് വിജയം ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് ഞാൻ നിങ്ങൾ പറയുകയാണ്. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വരപ്പെടുമ്പോൾ ഈ മോശ പറഞ്ഞ വാക്കും പ്രകാരം ദൈവം പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണമെന്ന്. അങ്ങനെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഇറങ്ങിയിട്ട് മുന്നോട്ട് യാത്ര ചെയ്യപ്പെടുമ്പോൾ, മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ പിറകിൽ കൂടെ ഫറവോന്റെ സൈന്യം അവരെ കൊല്ലാൻ വേണ്ടി വരികയാണ്. ഇസ്രായേൽ മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഫറവോന്റെ സൈന്യം പിറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഭയം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ഭയങ്ങൾ വർദ്ധിക്കുകയാണ്. നേരെ ചെന്ന് അവർ ഭയത്തോടുകൂടെ ഓടുകയാണ്. കാരണം നിന്ന് കഴിഞ്ഞാൽ ഫറവോന്റെ സൈന്യം കൊന്നുകളയും. ശരിയല്ലേ? നിന്ന് കഴിഞ്ഞാൽ ഫറവോന്റെ സൈന്യം കൊന്നുകളയും എന്നുള്ളത് കൊണ്ട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നറിയാമോ? വീണ്ടും അവർ ഓടുകയാണ്. ഓടി ചെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്ന സമയത്ത് നേരെ ചെന്ന് ചെങ്കടലിന്റെ മുന്നിൽ ചെന്ന് നിൽക്കപ്പെടുകയാണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ വ്യാകുലപ്പെട്ട് നിൽക്കുന്ന മാത്രയില് ഈ ഇസ്രായേൽ മക്കൾ ചോദിക്കുകയാണ്, മോശേ, നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കടന്നു വന്നത്? മര്യാദയ്ക്ക് ഞങ്ങൾ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് അവിടെ നമ്മൾ അടിമപ്പണിയായിട്ട് ജീവിക്കുമായിരുന്നു. നിങ്ങൾ ഇനി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ഇസ്രായേൽ മക്കൾ മോശയോട് ചോദിച്ച ചോദ്യത്തിന്റെ നടുവിൽ ഇസ്രായേൽ മക്കൾ പതറി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. എന്തായാലും മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ വ്യാകുലപ്പെട്ട് നിൽക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ മനസ്സിനകത്തുള്ള ആദ്യം എന്ന് പറയുന്നത്, മര്യാദയ്ക്ക് അവിടെ നിന്നിരുന്നെങ്കിൽ ജോലി ചെയ്യാമായിരുന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം ഫറവോന്റെ സൈന്യം പുറകെ വരുന്നത് കൊണ്ട് കൊല്ലാൻ വേണ്ടി പോവുകയാണ്, ഇനി എന്തല്ല മരണം തന്നെ എന്ന് പറഞ്ഞു നിന്ന സാഹചര്യത്തിനകത്ത് മോശ അവരോട് പറയുന്ന വേർഡാണ്, ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ 2025 നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും, എത്ര വലിയ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, നീ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. ഭയപ്പെടാതെ. അയ്യോ, എങ്ങനെ ഭയം വരാതിരിക്കും? കാരണം ഫറവോന്റെ സൈന്യം എന്നെ കൊല്ലാൻ വേണ്ടി വരികയാണ്, പിന്നെ ഭയം വരാതിരിക്കും പറ്റുമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, അതിന്റെ നടുവിലും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. എന്താണ് മിസ്രൈമർ എന്ന് പറയുന്നത്? എന്താ ഫറവോന്റെ സൈന്യം എന്ന് പറയുന്നത്? നിങ്ങളെ പുറകിൽ കൂടെ വലിച്ചു കൊണ്ടുപോകുന്ന ശാപമായിരിക്കാം നിങ്ങളുടെ മിസ്രൈമർ എന്ന് പറയുന്നത്. നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്ന, നിങ്ങളെ കൊല്ലാൻ വേണ്ടി കടന്നു വരുന്ന കടഭാരമായിരിക്കാം മിസ്രൈമർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
എനിക്ക് ഒരു കൂട്ടം ശാപമുണ്ട്. എന്നെ കൊല്ലാൻ വേണ്ടി കടന്നു വരുന്ന ഒരു ശാപം, എന്റെ പാരമ്പര്യപരമായിട്ട് വരുന്ന ഒരു ശാപമുണ്ട്. അത് എന്നെ കൊന്നുകളയും. കടഭാരമുണ്ട്, അതിന്റെ പിന്നാമ്പുറത്ത് നോക്കാമെങ്കിൽ വലിയൊരു കടഭാരമാണ്. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കാമെങ്കിൽ വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണ്. ഞാനും എന്തായാലും മുങ്ങിപ്പോകും, ഞാൻ എന്തായാലും തകർന്നു പോകും. ആ വ്യക്തികൾ എന്നെ കൊന്നുകളയും. എനിക്ക് ഈ വർഷത്തിൽ എനിക്ക് ലോൺ അടച്ചു തീർക്കാനുണ്ട്. ലോൺ അടച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെന്റെ വീട് ജപ്തി ചെയ്തു കൊണ്ടുപോകൂ. ഇങ്ങനെയുള്ള വ്യാകുലത്തോടുകൂടെ നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുകയാണ്, ബ്രദറെ ഭയപ്പെടരുത്, സഹോദരനെ ഭയപ്പെടരുത്. ഈ മോശ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ? എന്തു ധൈര്യം കണ്ടിട്ടാണ്? ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുണ്ടോ? ഈ മോശ എന്ത് ധൈര്യം കണ്ടിട്ടാ ഇസ്രായേൽ ജനത്തിനോട് പറയുന്നത് ഭയപ്പെടരുതെന്ന്? പുറകില് ഫറവോന്റെ സൈന്യം കൊല്ലാൻ വേണ്ടി വരിക. അതിന്റെ നടുവിൽ വെറുതെ നിൽക്കാനാണോ പറയുന്നത്? ഭയപ്പെടാൻ നിൽക്കാനാണോ പറയുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ പിന്നാമ്പുറം നോക്കിയല്ല നിങ്ങൾ ജീവിക്കപ്പെടേണ്ടത്. പുറകിൽ എത്ര വലിയ ശക്തി ഉണ്ട് എന്ന് നോക്കിയല്ല നിങ്ങൾ ജീവിക്കപ്പെടേണ്ടത്. പുറകിൽ കൂടെ എത്ര വലിയ ശക്തി നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് എന്ന് നോക്കിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ വളരെ മോശമാണ്. ലോൺ അടച്ച് തീർക്കാനുണ്ട്, വീട് ജപ്തിയാകും എന്നുള്ള പല കാര്യങ്ങൾ കൂടെയാണ് നമ്മൾ ജീവിക്കപ്പെടുന്നത്. ശരി തന്നെ, രോഗമാണ്, എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ മേഖലയിൽ കൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ 2025 ആദ്യത്തിൽ നിങ്ങളോട് പറയുന്ന ഒരു ദൂതുണ്ട്, ഭയപ്പെടരുത്. ഭയപ്പെടരുത് ബ്രദറെ, സഹോദരിയെ, ഭയപ്പെടരുത്. അത് നമ്മളെ ഭയപ്പെടുത്തുകയുള്ളൂ. ഭയപ്പെടാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഇസ്രായേൽ മക്കളോട് മോശ പറയുകയാണ്, നിങ്ങൾ ആരും ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഈ സഭയ്ക്കകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. ദൈവാത്മാവിന്റെ നിങ്ങളുടെ ഒരു ദൂതാണ്. ഈ സഭയ്ക്കകത്ത് ചെറുകൂട്ടമായിരിക്കാം, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഭയപ്പെടാതെ, 1000 വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ പറയുന്നതല്ല, 100 പേർ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ പറയുന്നതല്ല. നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ബിസിനസ് മേഖലകളിൽ നിങ്ങൾ എവിടെയൊക്കെയാണോ വീണു പോകുന്നത്, നിങ്ങൾ തുടങ്ങി ചെറിയ സംരംഭമായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടത്തിൽ കൂടെയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അതിനകത്ത് ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. വചനം പറയുന്നു, ഭയപ്പെടാതെ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ നിങ്ങൾക്ക് ഇന്ന് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, 2025 തമ്പുരാൻ നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ എന്താണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ എന്തെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കണം. ഈ 2025 എന്ന് പറയുന്നത് നമുക്ക് ഭയമുണ്ടാക്കുന്ന ഒരുപാട് മേഖല കൂടെ കടന്നു വന്നിരുന്നാലും, പ്രതിസന്ധികൾ ഒരുപാട് കടന്നു വന്നിരുന്നാലും, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയാണ്, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഏക കാരണം എന്ന് പറയുന്നത് യഹോവയുടെ രക്ഷ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആമേൻ. ദൈവത്തിന്റെ രക്ഷ എന്തുകൊണ്ട് എനിക്ക് ഇറങ്ങി പ്രവർത്തിക്കണം? അതാണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഫറവോന്റെ സൈന്യം ഇസ്രായേൽ മക്കളെ കൊല്ലാൻ വേണ്ടി കടന്നു വരപ്പെടുമ്പോൾ ദൈവം കൂടെ നിൽക്കുന്നത് ഫറവോന്റെ സൈന്യത്തിനോട് കൂടെയല്ല, ദൈവ മക്കളുടെ കൂടെയാണ്. അതേ സഹോദര, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നോടുകൂടെ ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നീ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്നോടുകൂടെ ഒരു തമ്പുരാനുണ്ട്, നിന്നോടുകൂടെ ഒരു ശക്തനായ ഒരു ദൈവമുണ്ട്. നീ ആരാധിക്കുന്നത് വെറുതെയല്ല, നീ സ്തുതിക്കുന്നത് വെറുതെയല്ല, നീ പുകഴ്ത്തുന്നത് വെറുതെയല്ല, ദൈവത്തിന് വേണ്ടിയിട്ട് പാടുന്നത് വെറുതെയല്ല, ദൈവത്തിന് വേണ്ടി സ്തുതിക്കുന്നത് വെറുതെയല്ല. ഈ 2025 ഞാൻ തന്നെ യഹോവ എന്നുള്ളത് അത് തെളിയിക്കുന്ന നാളുകളായിരിക്കും. വെറുതെയല്ല. ആമേൻ. വെറുതെയല്ല.
ദൈവം തന്റെ ഭക്തന്മാരോട് കൂടെയാണ്. മിസ്രയന്മാരുടെ കൂടെയല്ല, ദൈവമക്കളുടായ ഇസ്രായേലിയുടെ കൂടെയായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ മോശയുടെ പിറകെ നിന്ന ഫറവോന്റെ സൈന്യത്തിനോട് കൂടെയായിരുന്നു ദൈവം, ഇസ്രായേൽ മക്കളോട് കൂടെയായിരുന്നു. ദൈവത്തെ ആരാധിച്ച മക്കളോട് കൂടെയായിരുന്നു, ദൈവത്തെ സ്തുതിച്ച മക്കളോട് കൂടെയായിരുന്നു, ദൈവത്തെ പുകഴ്ത്തിയ ദൈവ മക്കളോട് കൂടെയായിരുന്നു. അതെ, ദൈവ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു ദൈവമകനാണെങ്കിൽ, ദൈവമകളാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ അനുഗ്രഹവും ശത്രുവിനല്ല, ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ മേലായിരിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരോട് നിങ്ങൾ പറയണം, ഭയപ്പെടരുത്. ആരെങ്കിലും പ്രതിസന്ധി കൂടെ നടന്നു പോകുന്നവരാണെങ്കിൽ, ആരെങ്കിലും പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, മദ്യപാനത്തിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, സമാധാനമില്ലാതിരിക്കുന്ന കുടുംബങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, ഒരു രക്ഷയില്ലാതിരിക്കുന്ന കുടുംബങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് പറയേണ്ട വേടാണ് ഭയപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം, ഭയപ്പെടരുത്. അവർ ചിലപ്പോൾ മരിക്കാൻ വേണ്ടിയിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ അവരോട് പറയണം, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. യോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രക്ഷ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മോശയോട് ദൈവം പറയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന്റെ നേരെ നീട്ടുക എന്ന് പറയുകയാണ്. ചെങ്കടലിന്റെ നേരെ നീട്ടിയതും ചെങ്കടൽ രണ്ടായിട്ട് ഇസ്രായേൽ ജനം ഈ നിലത്തുകൂടെ കടന്ന് അവർ അക്കരെ കയറി. ഈ ഫറവോന്റെ സൈന്യം പുറകെ വന്നിട്ട് എന്ത് പറ്റി? ആ ചെങ്കടലിൽ വന്ന് വീണ് ആ ജനം മരിച്ചുപോയി എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ പുറകെ വരുന്ന മിസ്രൈമരെ നീ ഒരു നാളും കാണുകയില്ല. എന്നോട് ചോദിക്കുന്നത് എന്ത്? ഇസ്രായേൽ മക്കളോട് മുന്നോട്ട് പോകാൻ പറക. എന്തൊരു വാക്കാ കർത്താവിന്റെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ പ്രതിസന്ധിയുടെ നടുവിൽ പതറി നിൽക്കാതെ ഇനി എങ്ങോട്ട് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഇനി എനിക്ക് എങ്ങനെയാണ് മുന്നോട്ടുള്ള എൻ്റെ വഴികളെന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാകുലപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ, ഈ വർഷം എന്ത് ചെയ്യട്ടെ, എൻ്റെ മിനിസ്ട്രി ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, എൻ്റെ കുടുംബം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, എനിക്ക് എവിടെ നിന്നാ നല്ലൊരു ഭാവി ഉണ്ടാകുന്നത് എന്നൊക്കെയും പറഞ്ഞ് വ്യാകുലപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയുകയാണ്, നിങ്ങൾ വ്യാകുലപ്പെട്ട് ഭയപ്പെട്ട് നിങ്ങൾ ഭയത്തോടുകൂടെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. ദൈവാത്മാവ് ഇന്ന് സഭയോട് ദൂത് പറയുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോകുക, മുന്നോട്ട് പോകുക. ഒരിക്കൽ ചൂരച്ചെടിയുടെ തണലിൽ തളർന്നിരുന്ന ദൈവപുരുഷനോട് ദൈവാത്മാവ് പറയുകയാണ്, നിനക്ക് ദൂരെ യാത്രയുണ്ട്, നീ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകുക. അതേ സഹോദര, നീ തളർന്ന് അവിടെ ഇരിക്കരുത്, എഴുന്നേൽക്കുക. വചനം 61 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നുള്ളത്. 38 വർഷമായിട്ട് കുളക്കരയിൽ കിടന്നവനോട് പറയുക, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക. അതെ, ഈ വചനങ്ങളിലെല്ലാം നമ്മോട് പറയുകയാണ്, ഇരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് 2025 കർത്താവ് വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്. Come on, rise up and walk. എഴുന്നേറ്റ് നടക്കുക, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ഇരിക്കരുത്, മുന്നോട്ട് പോകുക. ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റി ഇരിക്കുന്നവരാണെങ്കിൽ, ജീവിതത്തിൽ എവിടെയെങ്കിലും തകർച്ച പറ്റി ഇരിക്കുന്നവരാണെങ്കിൽ, ബ്രദറെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വിഷമത്തോടുകൂടി ഇരിക്കുന്നവരാണെങ്കിൽ, ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, മുന്നോട്ട് പൊക്കോ, ധൈര്യമായി മുന്നോട്ട് പൊക്കോ. ആമേൻ. മുന്നോട്ട് പോകുക. എന്താണ്? മുന്നോട്ട് പോകുക. ഭാവി ജീവിതം എവിടേക്ക് സ്റ്റോപ്പ് ആയിരിക്കുകയാണ്, കുഴപ്പമില്ല, മുന്നോട്ട് പൊക്കോ. ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന അതിശയകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവരെ മോശയ്ക്ക് ചെയ്തതും ദാവീദിന് ചെയ്തതും ഇസ്രായേൽ മക്കൾക്ക് ചെയ്തതുപോലെ അനുഗ്രഹമല്ല ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. നിനക്ക് വേണ്ടിയുള്ളത് സ്പെഷ്യലായിട്ട് കർത്താവ് ചെയ്യും. കർത്താവ് നിങ്ങളോട് പറയുകയാണ്, മുന്നോട്ട് പോവുക. ആമേൻ. നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്ന് കർത്താവ് നിങ്ങളോട് പറയുകയാണ്, മുന്നോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയുള്ളവർ മാത്രം ഒരു ഹാലിൽ പറയാമോ? ഇതിൽ ആൾക്കാർക്ക് മടിയാണ്. കാരണം അറിയാമോ, ഇന്ന് പകൽ ഈ സഭ തുടങ്ങാനുള്ള കാരണം എന്തെന്ന് അറിയാമോ? ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരുവാൻ മോശ കാണിച്ച ധൈര്യം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ?
ഈ ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദാവീദ് ഇറങ്ങി തിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? അവരോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പ് അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ അതൊക്കെ ചെയ്യാൻ വേണ്ടി അവർ ധൈര്യം കാണിച്ചു. അതേ ഉറപ്പ് എന്നോടുകൂടെ എൻ്റെ ദൈവം ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഈ സഭ തുടങ്ങാനുള്ള കാരണം. വേറൊന്നും കൊണ്ടല്ല, എന്നോട് കൂടെ ദൈവം. അത് തന്നെയാണ് നിങ്ങളോടും പറയുകയാണ്. ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ വ്യക്തികൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നവരാകരുത്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് പ്രതിസന്ധികൾ കണ്ടിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ അതിൻ്റെ മേഖലകളിലൊക്കെയും ഞാൻ പതറിപ്പോയി ഇടറി വീണില്ല. അതിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയത് കൊണ്ട് ദൈവം എനിക്ക് വേണ്ടിയിട്ട് വൻ കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഈ കാലം തന്നെ ഇറക്കി വിട്ട കാര്യം. പക്ഷേ അന്നും ദൈവത്തിന് വേണ്ടി ഞാൻ ഉറച്ചു നിന്നതുകൊണ്ട്, അന്നും ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് പുതിയൊരു വാഹനം തന്നു. ശത്രുക്കൾ കാണുന്ന മേശ ഒരുക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. അതും കാശ് കൊടുക്കാതെ കർത്താവ് തരണമെങ്കിൽ കർത്താവിൻ്റെ സംരക്ഷണം, എന്നോടുള്ള സ്നേഹം എന്തുമാത്രം വലുതാണ്. ഈ കർത്താവിനെ അടിയുറച്ച് വിശ്വസിക്കണമെന്നേ. സ്നേഹിക്കണം കർത്താവിനെ. നിങ്ങൾ സ്നേഹിക്കേണ്ട നിങ്ങളുടെ കാശിനെ അയക്കരുത്, അതിൻ്റെ മേലെ യേശുവിനെ സ്നേഹിക്കണം. നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ സഭയിലെ പാസ്റ്ററിനെ ആയിരിക്കരുത്, അതിൻ്റെ മേലെ യേശുവിനെ സ്നേഹിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികളല്ല സ്നേഹിക്കേണ്ടത്, നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് യേശുവിനെ സ്നേഹിക്കാൻ പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ യേശുവിനെ സ്നേഹിക്കാൻ പഠിക്കണം. ഇവിടെ യേശുവിൽ കൂടെ അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ സ്നേഹം എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പകുതി വഴിയിൽ വെച്ചിട്ട് പിൻവാങ്ങി പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പിൻവാങ്ങി പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തെ യഥാർത്ഥമായി നാം അറിയാത്തത് കൊണ്ടാണ്. ദൈവസ്നേഹം അറിഞ്ഞവരെ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം ഭദ്രമായിട്ട് ഇതുവരെ കാത്തുപരിപാലിച്ചില്ലേ? ഇനിയും നടത്താൻ അവൻ ശക്തനാണെന്നുള്ള കാര്യം ഉൾബോധം അറിഞ്ഞുകൊണ്ട് ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചുകൊള്ളുക. ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വൻ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അവിടെ കൊണ്ട് സ്റ്റോപ്പാകരുത്. വീണ്ടും നിങ്ങൾ റീ ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകുക. ബിസിനസ് മേഖലകളായിക്കൊള്ളട്ടെ, ജോലി കാര്യങ്ങളായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഏത് കാരണത്തിൽ കൂടെയാണ് നിങ്ങൾ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നത്, ജോലി ആയിരുന്നാലും ബിസിനസ് ആയിരുന്നാലും സഭയുടെ ശുശ്രൂഷകളായിരുന്നാലും മിനിസ്ട്രി ആയിരുന്നാലും ഏത് കാര്യമായിരുന്നാലും ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുകയാണ്, വീണ്ടും നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുക. ദൈവം നിനക്ക് വേണ്ടിയിട്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആർക്കാണ് വിജയം ഉണ്ടാകുന്നത് അറിയാമോ? ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്നവർക്കാണ് വിജയം കാണുന്നത്. തോൽവി വസിക്കുന്നവർക്കല്ല, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്ന ഇസ്രായേൽ ജനം. ഭയപ്പെടാതെ ഇസ്രായേൽ ജനം ഉറച്ചു നിൽക്കാൻ വേണ്ടി മോശ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം ഉറച്ചു നിന്നപ്പോൾ അവർ കണ്ടത് തോൽവിയല്ല, അവർ കണ്ടത് വിജയമായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കൂരിരുളിന്റെ താഴ്വരെ കൂടെ നടന്നിരുന്നാലും നിനക്കൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. എത്ര പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോയിരുന്നാലും എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് എനിക്കുണ്ടാകുന്ന കാശല്ല. എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ കൂടെ അപ്പനുള്ളത് കൊണ്ടും എൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളത് ഒന്നുമല്ല. എൻ്റെ ധൈര്യം എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് എന്നോട് കൂടെ എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. എത്ര പേരെന്നെ തകർക്കാൻ വേണ്ടി നോക്കിയിരുന്നാലും ഞാൻ തകരത്തില്ല. അവർ നോക്കി അവർ തളരുന്നതല്ലാതെ നമ്മൾ തളരുകയില്ല. നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ വിജയം കാണുക തന്നെ ചെയ്യും. അതേ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ തോൽവിയല്ല കാണേണ്ടത്, ആത്മാവിലെ ജയം കാണപ്പെടണം. ഈ കാരാഗ്രഹത്തിനകത്തിട്ട് പൗലോസിനെ ശീലാസിനെ ഇട്ട് പൂട്ടിയ സമയത്തും അവർ കണ്ടത് തോൽവിയല്ലായിരുന്നു, അവർ വിജയമായിരുന്നു കണ്ടത്. ഈ പത്രോസിനെ കാരാഗ്രഹത്തിനിട്ട് അടച്ച സമയത്ത് പത്രോസിന്റെ ലൈവിൽ ഉണ്ടായത് അവൻ തോൽവിയല്ല കണ്ടത്. യേശു കർത്താവ് കാൽവറിയിൽ അവൻ തോൽക്കുകയല്ലായിരുന്നു, അവൻ മരണം കൊണ്ടും വിജയമായിരുന്നു യേശു കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചത്. ഭയത്തിനു പോലും യേശുവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, മരണത്തിനു പോലും യേശുവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. യേശുവിൽ കൂടെ വ്യാപരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവല്ല, അതൊരു ജയത്തിന്റെ ആത്മാവാണ്. അതേ സഹോദര, നിങ്ങൾ ഭയപ്പെടുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. ദൈവം
നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കപ്പെടും. യേശു കർത്താവ് ഈ ക്രൂശിമേൽ കടന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവൻ തോറ്റവനായിട്ടാണ് കിടക്കുന്നതെന്ന്? പിശാചിന്റെ ദൃഷ്ടിയിൽ അവൻ തോറ്റവനായിരുന്നു. എന്നാൽ തമ്പുരാൻ അറിയാം അവൻ ജയിച്ചവനായിട്ടാണ് അവൻ കിടക്കുന്നത്. ഹേ പാതാളമേ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ, നിന്റെ വിഷമുള്ളത് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പാതാളത്തെയും നരകത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു ശക്തിക്കും എന്നെ ഇനി വാഴാൻ പറ്റുകയില്ല. ഞാൻ സകലത്തിനും ജയാളിയാണ്. എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നത് കൊണ്ട് കർത്താവ് പറയുന്ന ഒരു വേടാണ്, എന്റെ ആത്മാവിൽ വസിക്കുന്നവരാകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഭയപ്പെടരുത് ബ്രദറെ, സഹോദരിയെ, ഭയപ്പെടരുത്. ആ ജയിച്ചവന്റെ ആത്മാവാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിനകത്ത് വസിക്കുന്നത്. എന്റെ ഉള്ളിൽ വസിക്കുന്നത് തോറ്റവന്റെ ആത്മാവല്ല, ജയിച്ച കർത്താവിന്റെ ആത്മാവൻ, ജയിച്ച യേശുവിന്റെ ആത്മാവ്. ഇനി തോൽപ്പിക്കാൻ പറ്റത്തില്ല. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടി നീയും, തീച്ചുളവിൽ മൂടിയെന്നാലും ഭയപ്പെടേണ്ടി നീയും, സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടി നീയും, തീച്ചുളവിൽ മൂടിയെന്നാൽ ഭയപ്പെടേണ്ടി നീയും, കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്ന്. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള വഹിച്ചി. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. പടമോ, ഭയപ്പെടില്ല, ഇനി ഭയപ്പെടില്ല, ഇമ്മാനുവേൽ എന്റെ കൂടെ